സംസ്ഥാനത്ത് വിദ്യാവാഹിനി പദ്ധതി അവതാളത്തിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിദ്യാവാഹിനി പദ്ധതി അവതാളത്തിലായതോടെ ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലായി. 184 പഞ്ചായത്തുകളിലെ 25,000-ഓളം വിദ്യാർത്ഥികളാണ് പദ്ധതിയെ ആശ്രയിക്കുന്നത്. 600-ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് വിദ്യാവാഹിനിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പദ്ധതി പ്രകാരം വാഹന ഉടമകൾക്ക് പണം നൽകിയിട്ട് നിലവിൽ 4 മാസമായി. പണം കിട്ടാത്തതിനാൽ തങ്ങളുടെ കുടുംബം പട്ടിണിയിലാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. വാഹന ഉടമകളിൽ ഗോത്രവർഗ മേഖലകളിൽ നിന്നുള്ളവരുമുണ്ട്. പല മേഖലയിലും പണം കിട്ടാത്തതിനാൽ സർവീസ് നിർത്തിയ നിലയിലാണ്. 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയാണ് ഒരു വാഹനത്തിന് നൽകാനുള്ളത്. വാഹന സൗകര്യമില്ലെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കാൻ കഴിയില്ലെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. 1403 വാഹനങ്ങളാണ് വിദ്യാവാഹിനി പദ്ധതിക്കായി സർവീസ് നടത്തുന്നത്. ഇതിൽ 305 വാഹനങ്ങൾ പട്ടികവർഗ മേഖലകളിൽ നിന്നുള്ളവരുടേതാണ്. കൃത്യസമയത്ത് പണം ലഭിക്കാത്തതിനാൽ വാഹനങ്ങളുടെ CC അടയ്ക്കാനും അറ്റകുറ്റപ്പണി നടത്താനും കഴിയുന്നില്ല. പല മേഖലയിലും പണം കിട്ടാത്തതിനാൽ സർവീസ് നിർത്തിയിട്ടുണ്ട്. പല ഡ്രൈവർമാരും സ്വന്തം പോക്കറ്റ് കാലിയാക്കിയും കടം വാങ്ങിയുമാണ് വാഹനങ്ങളിൽ ഇന്ധനം പോലും അടിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന ഇടങ്ങളിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിക്കുന്നത് ഈ വാഹനങ്ങളിലാണ്. പക്ഷേ ഇവിടങ്ങളിൽ സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാവുകയാണ്. ഇടുക്കി, വയനാട് ജില്ലകളിലെ കുട്ടികൾ കാടുകൾ താണ്ടി 8 മുതൽ 10 കിലോമീറ്റർ വരെ ദൂരം കാൽനടയായി സ്കൂളുകളിലെത്തേണ്ട സ്ഥിതിയാണ്. 2023-24 ഗോത്രവിഭാഗത്തിലെ ഡ്രൈവർമാരെ കൂടി ഉൾപ്പെടുത്തി വിദ്യാവാഹിനി പദ്ധതി കൊണ്ടുവന്നത്. പലതവണ ഡ്രൈവർമാർ തങ്ങളുടെ ആശങ്ക ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടും 4 മാസം കൂടുമ്പോൾ 1 മാസത്തെ കുടിശ്ശികയാണ് നൽകുന്നത്. ശരാശരി 10 കോടിയോളം കുടിശ്ശിക ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടും അതൊന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണ്. കുട്ടികളുടെ പഠനമെന്ന അടിസ്ഥാന ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്തത് തീർത്തും ആശങ്കാജനകമാണ്. ആദിവാസി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം എന്ന അവകാശമാണ് ഈ പദ്ധതി നിർത്തലാകുന്നതോടെ ഹനിക്കപ്പെടുന്നത്.